everyone, Assalamu alaikum and welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ അമൃതം പൊടി കിട്ടൂലേ, മിക്ക സ്ഥലങ്ങളിലും അതൊക്കെ കളയാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഒരു ലഡു അല്ലെങ്കിൽ ഒരു ഉണ്ടാന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിന് കളയേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ 1 വീക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ശർക്കരയാണ് വെച്ച് കൊടുത്തേക്കണത്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കര ഇത്ര വലിയ പീസ് എടുക്കണമെന്നില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതിയാവും. ഇത് നല്ലൊരു വലിയ പീസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ശർക്കര പാനി ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എത്രയാണോ പൊടി എടുക്കണത് അതനുസരിച്ചിട്ട് ശർക്കര എടുക്കാൻ നോക്കാം. എന്നിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ശർക്കര പൊടിക്കാണ്ടാണ് ഇട്ടേക്കണത്, മുഴുവനോ പാടെയാണ് വെച്ച് കൊടുത്തേക്കണത്. നിങ്ങൾ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൂടി വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. പിന്നെ ഞാൻ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടിയാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഇതിൽ ചേർക്കണ ഓരോ ഇൻഗ്രീഡിയൻസിനും കറക്റ്റ് മെഷർമെൻറ്റും ഒന്നുമില്ല. നമ്മൾ എത്രയാണോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫ്ലേവറും ഒക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇടാം. പക്ഷേ ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ബദാമും വാൾനട്ട്സും ഉണ്ട്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കണതാണ്. അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, കാഷ്യൂ നട്ട് വേണമെങ്കിൽ അതെടുക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് അരി വറുത്തിട്ട് അത് പൊടിച്ചതാണ്. അപ്പോൾ അതും കുറച്ചൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അമൃതം പൊടിയാണ് ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ഇടേണ്ടത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ നല്ലപോലെ മെൽറ്റ് ആവണുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായി കിട്ടും. കണ്ട? അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായി കിട്ടും ശർക്കര. അപ്പോൾ ബാക്കി ഇങ്ങനെ ചെറിയ പീസുകൾ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാനവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരിച്ച് വെച്ചേക്കണ ശർക്കരപ്പാനി നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചേക്കണ ആ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, കുറച്ചീശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശർക്കരപ്പാനി കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീണ്ടും അമൃതം പൊടി അതൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ എത്രയാണോ എടുത്തേക്കണമെന്ന് വെച്ചാൽ അത് കുറച്ചീശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കണ്ടു? ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് പാനിയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. നമ്മുടെ ആ ഒരു ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും എത്തണം, ആ ഒരു ടൈപ്പിൽ മിക്സ് ചെയ്തെടുക്കുക. കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോരോ ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇപ്പം ഒരു ലഡുവിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു ഷേപ്പിലാക്കി നമുക്കെല്ലാവരും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബോൾ ഷേപ്പാക്കി എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു മുന്തിരിയോ അല്ലെങ്കിൽ ഒരു കാഷ്യൂ നട്ട് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും, ആ ഒരു ടേസ്റ്റും കിട്ടും.
അപ്പോൾ ഞാനിവിടെ അതൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ നട്ട്സ് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലെന്തായാലും കിട്ടും. ഇപ്പോൾ അഥവാ നട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്ക്, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും നട്ട്സ് നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും, അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.